കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് പാലപ്പുറം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും പുരാതനവുമായ ഒരു ക്ഷേത്രമാണ് ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളി രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ കുടിയിരിക്കുന്ന ക്ഷേത്രം. തെക്കോട്ട് ദർശനം വരുന്ന അപൂർവം ക്ഷേത്രം, 3 കൊടിമരങ്ങളുള്ള ക്ഷേത്രം തുടങ്ങി ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. അതിവിശാലമായ വളപ്പോടുകൂടിയ ഈ ക്ഷേത്രം ഒറ്റപ്പാലത്ത് നിന്ന് 4 കിലോമീറ്റർ കിഴക്കുമാറി പാലക്കാട്ടേക്കുള്ള വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ നടക്കുന്ന പൂരമഹോത്സവം അതിപ്രസിദ്ധമാണ്. ഇവിടെ 2 ക്ഷേത്രങ്ങൾ കാണാം. ഒന്ന് താഴത്തെ കാവ്, ഒന്നും മുകളിലെ കാവ് എന്നും അറിയപ്പെടുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം: സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന ശ്രീരാമനും ലക്ഷ്മണനും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഭാരതപ്പുഴയുടെ തീരത്തെത്തി. യാത്രയിൽ ശ്രീ ധർമ്മശാസ്താവും ഭദ്രകാളിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. വിശ്രമത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു വരാൻ ശ്രീരാമൻ ശാസ്താവിനോട് അപേക്ഷിച്ചു. ഉടനെ ശാസ്താവ് ഭദ്രകാളിയോടൊപ്പം സ്ഥലം അന്വേഷിക്കാൻ പുറപ്പെട്ടു. അവർ അങ്ങനെ തിരുവില്ലാമലയിലെത്തി. വിശ്രമിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം അവിടമാണെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ തന്നെ ഇരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ശാസ്താവിനെയും ഭദ്രകാളിയെയും കാണാത്തതിൽ സംശയം പൂണ്ട ശ്രീരാമലക്ഷ്മണന്മാർ ഉടനെ ഇരുവരെയും അന്വേഷിച്ച് നടക്കുവാൻ തുടങ്ങി. അന്വേഷണത്തിനൊടുവിൽ തിരുവില്ലാമലയിലെത്തിയ അവർ ശാസ്താവിനെ കണ്ടെത്തി. ദേഷ്യപ്പെട്ട ശ്രീരാമൻ ശാസ്താവിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി. ചവിട്ടേറ്റ ശാസ്താവ് ചെന്ന് വീണത് 50 അടി താഴെയുള്ള പടുകുഴിയിലാണ്. തിരുവില്ലാമലയിലെ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ കുണ്ടിലയ്യപ്പൻ അങ്ങനെയാണ് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സംഭവം കണ്ട ഭദ്രകാളി ഉടനെ തന്നെ "അയ്യോ, എന്നെ കൊല്ലുന്നേ, രക്ഷിക്കണേ" എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പുറപ്പെട്ടു. ശ്രീരാമനും ലക്ഷ്മണനും ഭദ്രകാളിക്ക് പിന്നാലെ ഓടി. ഭദ്രകാളി പുഴ കടന്ന് മറുകരയിലെത്തി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടം നിർത്തി. സ്വയംഭൂവായി അവിടെ അവതരിച്ചു. അവിടെയാണ് ഇന്ന് ചിനക്കത്തൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം വടക്കോട്ടായിരുന്നു പ്രതിഷ്ഠയെങ്കിലും പിന്നീട് സ്വയം തിരിഞ്ഞ് തെക്കോട്ടാവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഭദ്രകാളി വിളിച്ചോടിയ "അയ്യോ, എന്നെ കൊല്ലുന്നേ, രക്ഷിക്കണേ" എന്നീ വാക്കുകൾ ഇന്നും കുംഭമാസത്തിലെ പൂരക്കാലത്ത് ക്ഷേത്ര പരിസരത്ത് മുഴങ്ങിക്കേൾക്കാറുണ്ട്. ക്ഷേത്രത്തിലെ 2 പ്രധാന പ്രതിഷ്ഠകളിലാണ് ചിന്നത്തൂർ മേൽക്കാവിലമ്മയും താഴത്തെ കാവിലമ്മയും. അത്യുഗ്ര രൂപത്തിലുള്ള ഭദ്രകാളിയാണ് മേലേക്കാവിലമ്മ. താഴേക്കാവിലമ്മയാകട്ടെ ശാന്തസ്വരൂപിണിയാണ്. ചിനക്കത്തൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ചിനക്കത്തൂർ പൂരം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം: സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന ശ്രീരാമനും ലക്ഷ്മണനും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഭാരതപ്പുഴയുടെ തീരത്തെത്തി. യാത്രയിൽ ശ്രീ ധർമ്മശാസ്താവും ഭദ്രകാളിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. വിശ്രമത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു വരാൻ ശ്രീരാമൻ ശാസ്താവിനോട് അപേക്ഷിച്ചു. ഉടനെ ശാസ്താവ് ഭദ്രകാളിയോടൊപ്പം സ്ഥലം അന്വേഷിക്കാൻ പുറപ്പെട്ടു. അവർ അങ്ങനെ തിരുവില്ലാമലയിലെത്തി. വിശ്രമിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം അവിടമാണെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ തന്നെ ഇരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ശാസ്താവിനെയും ഭദ്രകാളിയെയും കാണാത്തതിൽ സംശയം പൂണ്ട ശ്രീരാമലക്ഷ്മണന്മാർ ഉടനെ ഇരുവരെയും അന്വേഷിച്ച് നടക്കുവാൻ തുടങ്ങി. അന്വേഷണത്തിനൊടുവിൽ തിരുവില്ലാമലയിലെത്തിയ അവർ ശാസ്താവിനെ കണ്ടെത്തി. ദേഷ്യപ്പെട്ട ശ്രീരാമൻ ശാസ്താവിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി. ചവിട്ടേറ്റ ശാസ്താവ് ചെന്ന് വീണത് 50 അടി താഴെയുള്ള പടുകുഴിയിലാണ്. തിരുവില്ലാമലയിലെ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ കുണ്ടിലയ്യപ്പൻ അങ്ങനെയാണ് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സംഭവം കണ്ട ഭദ്രകാളി ഉടനെ തന്നെ "അയ്യോ, എന്നെ കൊല്ലുന്നേ, രക്ഷിക്കണേ" എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പുറപ്പെട്ടു. ശ്രീരാമനും ലക്ഷ്മണനും ഭദ്രകാളിക്ക് പിന്നാലെ ഓടി. ഭദ്രകാളി പുഴ കടന്ന് മറുകരയിലെത്തി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടം നിർത്തി. സ്വയംഭൂവായി അവിടെ അവതരിച്ചു. അവിടെയാണ് ഇന്ന് ചിനക്കത്തൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം വടക്കോട്ടായിരുന്നു പ്രതിഷ്ഠയെങ്കിലും പിന്നീട് സ്വയം തിരിഞ്ഞ് തെക്കോട്ടാവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഭദ്രകാളി വിളിച്ചോടിയ "അയ്യോ, എന്നെ കൊല്ലുന്നേ, രക്ഷിക്കണേ" എന്നീ വാക്കുകൾ ഇന്നും കുംഭമാസത്തിലെ പൂരക്കാലത്ത് ക്ഷേത്ര പരിസരത്ത് മുഴങ്ങിക്കേൾക്കാറുണ്ട്. ക്ഷേത്രത്തിലെ 2 പ്രധാന പ്രതിഷ്ഠകളിലാണ് ചിന്നത്തൂർ മേൽക്കാവിലമ്മയും താഴത്തെ കാവിലമ്മയും. അത്യുഗ്ര രൂപത്തിലുള്ള ഭദ്രകാളിയാണ് മേലേക്കാവിലമ്മ. താഴേക്കാവിലമ്മയാകട്ടെ ശാന്തസ്വരൂപിണിയാണ്.
ചിനക്കത്തൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ചിനക്കത്തൂർ പൂരം.